ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ കാശ്മീർ പഹൽഗാമിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ആദരാഞ്ജലികൾ അർപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ. നമ്മളെല്ലാവരും അതോർത്ത് വളരെ ദുഃഖിതരാണ്. മാത്രമല്ല ഇത് കുറച്ച് എനിക്ക് ഇമോഷണൽ ഫീലിങ്സും കൂടെ ഉള്ളൊരു സംഭവമാണ്. കാരണം എടപ്പള്ളിയിൽ മരണപ്പെട്ട രാമേന്ദ്ര സാറിൻ്റെ വൈഫ് ഷീല, ഞങ്ങളൊക്കെ ഒരു ബാച്ച് ഒരു സ്കൂളിൽ പഠിച്ചിറങ്ങിയവരാണ്. അപ്പോൾ ഷീലയ്ക്കും കുടുംബത്തിനും എല്ലാം പ്രത്യേകമായിട്ട് അനുശോചനം രേഖപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് അതുപോലെ തന്നെ പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങളെല്ലാവരും ആ കുടുംബത്തിനും അവിടെ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക് ആശ്വാസമൊക്കെ കിട്ടുന്നതിന് പ്രത്യേകമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഇന്ന് കഴിഞ്ഞ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി ചോദിച്ചിരുന്നു നാച്ചുറലായിട്ടുള്ള ഒരു ലിപ് ബാമിനെ കുറിച്ച് പറയണമെന്ന്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്കൊരു ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ വീണ്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നാച്ചുറലായിട്ടുള്ള ലിപ് ബാം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ലിപ്പിന് പിന്നെ കെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ചുണ്ടുകൾ നല്ല മിനുസവും അതുപോലെ കളറ് പോകാതെയും അതുപോലെ തന്നെ വിണ്ട് കീറാതെയും ഒക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ചുണ്ടുകൾ കെയർ ചെയ്യണം. നമ്മൾ എപ്പോഴും നമ്മുടെ എല്ലാവരുടെ സ്വഭാവം എന്താ, നമ്മൾ മഞ്ഞുകാലമാകുമ്പോഴാണ് അല്ലേ, മഞ്ഞുകാലമാകുമ്പോൾ എല്ലാവരും ചുണ്ടൊക്കെ ഡ്രൈ ആവുന്നെന്നും പറഞ്ഞ് അപ്പോഴാണ് ഓൾറെഡി നമ്മൾ ഈ ലിപ് ബാമൊക്കെ അന്വേഷിച്ച് പോകുന്നത്. അപ്പം അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ വാങ്ങുള്ളൂ, മിക്കവാറും വാങ്ങുള്ളൂ, നമുക്ക് വേറെ ഒന്നിനും സമയമില്ല. അപ്പോൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തൽക്കാലത്തേക്ക് ആ പ്രോബ്ലം മാറിക്കിട്ടും. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് ചുണ്ടുകൾക്കൊരു കെയർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മഞ്ഞുകാലത്തും നമ്മുടെ ചുണ്ടുകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതിന് ഏറ്റവും നല്ല ഒരു പാക്കാണ് ഞാൻ പറയുന്നത്, ഒരു ചുണ്ടിലിടാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഒത്തിരി ഹോം റെമഡീസ് ഉണ്ട്, എങ്കിലും ഇത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ള 3 ഐറ്റംസാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനായിട്ട് നെയ്യാണ് ആദ്യം നമുക്ക് വേണ്ടത്, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ, അടുത്തതായിട്ട് മഞ്ഞൾ. ഈ നെയ്യ് 2 സ്പൂൺ എടുക്കുക, അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1/2 സ്പൂൺ നല്ല മഞ്ഞൾ കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസമുള്ള മഞ്ഞൾ വാങ്ങണത്, അത്ര വിശ്വാസമില്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കണം. അങ്ങനെ കസ്തൂരി മഞ്ഞൾ, അങ്ങനെ ഏത് മഞ്ഞളായാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു ചെറിയ ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. എല്ലാ ദിവസവും ഇത് നമുക്ക് ചുണ്ടുകളിൽ രാവിലെ നമ്മൾ അടുക്കളയിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തോ എപ്പോഴാണ് നമ്മൾ വെറുതെ ഇരിക്കണമെങ്കിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇത് ചുണ്ടുകളിൽ പിന്നെ കളറ് നിലനിർത്തുന്നതിനും ഡ്രൈനെസ് പോകുന്നതിനും ചുണ്ടുകൾ വിണ്ട് കീറാതിരിക്കുന്നതിനും എല്ലാത്തിനും ഇത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കണേ. പിന്നെ ഇത് നെയ്യ് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാം, എല്ലാ ദിവസവും നെയ്യ് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ പാൽപ്പാട മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ റെഗുലറായിട്ട് നമ്മളിതിലേതെങ്കിലും വെളിച്ചെണ്ണ മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ ഗുണം കിട്ടും കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയും നെയ്യ് മഞ്ഞളും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പിന്നെ വെളിച്ചെണ്ണയാണെങ്കിലും നമുക്ക് വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. നെയ്യ് നമ്മൾ പാല് മേടിക്കുന്നവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കാം. മഞ്ഞൾ നമുക്ക് മേടിച്ച് പൊടിച്ച് ഉണക്കി അങ്ങനെ ഉണക്കി പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഇന്ന് വാങ്ങുന്നത് പിന്നെ അപേക്ഷിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. ഇനി നെയ്യിൻ്റെ ഗുണം എന്താണെന്നോ, നെയ്യിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉണ്ടെങ്കിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ. ഈ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഈ ചുണ്ടുകളിലെ ഈർപ്പം നിലനിർത്തുന്നതിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മുടെ മൃതകോശങ്ങൾ ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല സ്കിൻ പെട്ടെന്ന് വരുന്നതിന് നെയ്യ് വളരെ എഫക്റ്റീവാണ്. വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനം നടക്കും. പിന്നെ അതുപോലെ പിഗ്മെൻറ്റേഷൻ, ചുണ്ടിൽ കളർ കുറയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതിന് തീർച്ചയായിട്ടും നെയ്യ് നമ്മളെ സഹായിക്കും.
ഇനി അടുത്തത് നമ്മളെടുത്തത് വെളിച്ചെണ്ണയാണ് അല്ലേ. വെളിച്ചെണ്ണയിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. എടുത്തു പറയാവുന്നത് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സുമാണ്. ഫാറ്റി ആസിഡ് ചുണ്ടുകളുടെ ഈർപ്പം നിലനിർത്തുന്നതിനും ജലാംശം നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിനും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും പിന്നെ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റാണ് വെളിച്ചെണ്ണ. അത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് വെളിച്ചെണ്ണ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്തതായിട്ട് മഞ്ഞളാണ്. മഞ്ഞളെന്ന് പറയുമ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കുന്നതിന് മഞ്ഞൾ ഏറ്റവും നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അല്ലേ. അതോടൊപ്പം തന്നെ എക്സ്ഫോലിയേഷനാണ്, ഈ ഡെഡ് സ്കിന്നൊക്കെ പോകുന്നതിന് നല്ലതാണ്. പിന്നെ ചുണ്ടുകൾ ബ്രൈറ്റ് ആവുന്നതിന്, അതുപോലെ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. ഇതെല്ലാം കൊണ്ടും നമുക്ക് മഞ്ഞളും ഇതിലുപയോഗിച്ച് കഴിഞ്ഞാൽ ഇരട്ടി ഫലം കിട്ടും, ഇരട്ടി റിസൾട്ട് കിട്ടും. കാരണം ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ അല്ലെങ്കിൽ പാൽപ്പാട തന്നെ പിന്നെ നെയ്യ് തന്നെയൊക്കെ ഉപയോഗിക്കുന്നതിലും ഇരട്ടി റിസൾട്ട് നമ്മളിത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ചുണ്ടുകളിൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നാച്ചുറൽ ലിപ് ബാം ആണ്. പിന്നെ നമ്മളതിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ലിപ് ബാമൊക്കെ വാങ്ങി ഉപയോഗിച്ച് ചുണ്ടുകൾ കേടാവേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. പിന്നെ മിക്കവാറും എല്ലാവരും പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ നല്ല മിനുസവും തിളക്കമൊക്കെ ഉള്ളത് കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ലിപ് ബാമിൻ്റെ ആവശ്യം വരില്ല, റെഗുലർ കെയർ കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ ചുണ്ടുകൾ എപ്പോഴും നല്ല ഈർപ്പമുള്ളതും കളറുള്ളതും വിണ്ട് കീറാത്തതൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ. അത് എല്ലാ ദിവസമൊന്നും വേണ്ട, മാസത്തിലൊരിക്കലോ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നമുക്കത് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃതകോശങ്ങൾ, അതായത് ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് പോവുകയും ആ പുതിയ സ്കിന്നിൻ്റെ ഒരു മിനുസവും തിളക്കവും ഒക്കെ വരുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളിങ്ങനെ ചുണ്ടിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തരുതരാന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിയും ഷുഗറുമാണ്, പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ ഹണി എടുക്കുക, അതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് അത് ഒന്ന് പൊടിച്ചിടണമായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ നല്ലത്. ഇപ്പം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വീടുകളിലൊക്കെ പൊതുവേ ബ്രൗൺ ഷുഗർ കാണും. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇത് ചെയ്യാത്തത് കൊണ്ട് കാണില്ല. അതുകൊണ്ടാണ് നമുക്ക് പഞ്ചസാര ആയാലും കുഴപ്പമില്ല, ഉപ്പായാലും കുഴപ്പമില്ല, പൊടി ഉപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതെന്താണെങ്കിലും നമുക്കിത് പൊടിച്ച്, പഞ്ചസാര ആണെങ്കിൽ പൊടിക്കണത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് അത് അലിഞ്ഞു പോകുമല്ലോ. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ചുണ്ടിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ആ ഡെഡ് സ്കിന്നൊക്കെ പോയി ചുണ്ട് നല്ല ക്ലീനാവും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ലിപ് ബാം ഉപയോഗിക്കുക. അപ്പോൾ ചുണ്ടുകളെല്ലാം എപ്പോഴും ചുണ്ടൊക്കെ എല്ലാവരുടെയും നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒത്തിരി പേരുണ്ടല്ലോ. ഞാൻ ഒത്തിരി മുന്നോട്ട് പോയിട്ടോ, ഞാൻ ഒന്നാമത് ഇടുന്നില്ല, അതുകൊണ്ടാണ് ഒരു കാരണം. പിന്നെ നിങ്ങൾ കാണുന്നവർ എനിക്കൊന്ന് ലൈക്ക് ചെയ്താൽ വളരെ പിന്നെ ഉപകാരമായിരിക്കും കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.